സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം 12, 13, 14 തിരുവചനങ്ങൾ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതിയ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അവസാന 2 വാക്യങ്ങളിൽ ഈ ഭൂമിയിലെ സർവ നന്മ സാരമാണ് നാം കാണുക. അതെ, സർവ നന്മയുടെയും സാരം. ഈ ഭൂമിയിലെ അല്പകാല ജീവിതത്തിൽ, അത് തിരുവചനം പറയുന്നതനുസരിച്ച് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. ഈ ചുരുങ്ങിയ സംവത്സരങ്ങൾ അതിവേഗം കടന്നു പോകും. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? അത് സംബന്ധിച്ചാണ് ശലോമോൻ രാജാവ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തെ ഭയപ്പെടുക, അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അഥവാ അനുസരിച്ചു കൊള്ളുക. ഈ 2 കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ നിത്യത എവിടെ ചെലവഴിക്കണമെന്നുള്ളത്. വീണ്ടും പറയട്ടെ, ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം ഒരു വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നു. ആ വാസസ്ഥലത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് ദൈവം അവിടുത്തെ ഭയപ്പെടുന്നവർക്കും അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിക്കുന്നവർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ സ്വർഗം. അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിക്കുവാൻ അസാധ്യമാണ്. സ്വർഗം അതിമനോഹരമാണ്, അതിവിശുദ്ധമാണ്. ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞ ഇടം, ദൈവത്തിൻ്റെ വാസസ്ഥലം, വിശുദ്ധന്മാരുടെ വാസസ്ഥലം, മാലാഖമാരുടെ വാസസ്ഥലം. പളുങ്ക് നദി പോലെ ദൈവ തേജസ് നിറഞ്ഞു നിൽക്കുന്ന, ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഇടം. സൂര്യനോ ചന്ദ്രനോ അല്ല, നക്ഷത്രങ്ങളോ അല്ല അവിടെ പ്രകാശിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രകാശം, അഥവാ കുഞ്ഞാടാവുന്നു അവിടുത്തെ വെളിച്ചം. യേശുവാണ് അവിടുത്തെ വെളിച്ചം. ആ സ്വർഗത്തിലെ മനോഹര സൗധങ്ങൾ പല രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നു. ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത. അതെ, അവിടെ എല്ലായ്പ്പോഴും ആനന്ദവും ജയഘോഷവും സന്തോഷവും ആരാധനയും മാത്രം. അവിടെ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാണ് ആ ഭാഗ്യവാന്മാർ? നാം വായിച്ചു കേട്ട വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ ഭൂമിയിലെ പ്രവാസകാലം, പരദേശ പ്രയാണകാലം, ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നവരുടെ ആത്മാക്കളെയാണ് ദൈവം അവിടെ ചേർത്തുകൊള്ളുന്നത്. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ മണ്ണിന് മണ്ണായി
മാഞ്ഞു പോകുമെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവും ആ ദൈവത്തിൻ്റെ ആത്മാവിനാണ് ആ നിത്യ സ്വർഗം ദൈവം ഒരുക്കുന്നത്. അവിടെ ചെല്ലുവാൻ, അവിടെ ചേർക്കപ്പെടുവാൻ, ആ സ്വർഗം കരസ്ഥമാക്കുവാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യം ദൈവഭയമാണ്. ദൈവ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്ന അനുഭവമാണ്. ആമേൻ.